ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയാതെ ശബരിമല ദർശനം നടത്തിയ കനകദുർഗയെ വീട്ടിൽ കയറ്റില്ല എന്ന സഹോദരൻ ഭരത് ഭൂഷൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഭരത് ഭൂഷൺ. കനകദുർഗയുടെ ശബരിമല സന്ദർശനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കോട്ടയം SP ഹരിശങ്കറാണ് ഇതിന് പിന്നിലെന്നും ഭരത് ഭൂഷൺ ആരോപിക്കുന്നു. കുടുംബത്തിന്റെ പിന്തുണയില്ലാതെയാണ് കനകദുർഗ ശബരിമലയിൽ എത്തിയതെന്നും സഹോദരൻ പറയുന്നു. ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തിയതിന് പിന്നാലെ ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക അക്രമങ്ങളാണ് ഉണ്ടായത്. ഇരുവരുടെയും വീടുകൾക്ക് നേരെയും അക്രമം ഉണ്ടായിരുന്നു. ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തിയതിന് പിന്നാലെ വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. കേരളത്തെ തന്നെ നടുക്കിയ അക്രമ സംഭവങ്ങളാണ് ഇതിനെ തുടർന്ന് ഹർത്താലിൽ അരങ്ങേറിയത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയെ വീട്ടിൽ കയറ്റില്ലെന്ന സഹോദരനും കുടുംബവും വ്യക്തമാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഭർത്തൃ കുടുംബവും കനകദുർഗയെ തള്ളിപ്പറയുകയും അവിടെ വെച്ച് ഭർത്തൃമാതാവ് തന്നെ പട്ടിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നും കനകദുർഗ പരാതിപ്പെട്ടിരുന്നു. കനകദുർഗ തന്നെയാണ് ആക്രമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്തൃമാതാവും പോലീസിൽ പരാതി നൽകിയിരുന്നു. കനകദുർഗ വിശ്വാസിയല്ലെന്നും മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കണമെന്നും സഹോദരൻ മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കനകദുർഗയ്ക്കൊപ്പം മലചവിട്ടിയ ബിന്ദു കനത്ത പോലീസ് സുരക്ഷയിൽ ഭർത്താവിന്റെ വീട്ടിൽ എത്തി. നേരത്തെ വീട്ടുകാരുടെ എതിർപ്പ് ഭയന്ന് അവർ വീട്ടിൽ കയറാൻ സാധിക്കാത്ത അവസ്ഥയിൽ കഴിയുകയായിരുന്നു. ഈ അനുഭവം എന്തായാലും ബിന്ദുവിന് ഉണ്ടായിട്ടില്ല. അവരുടെ സമരങ്ങൾക്കൊപ്പം നിൽക്കുന്ന വീട്ടുകാർ അവരെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. കനകദുർഗയ്ക്ക് അമ്മായിയമ്മയിൽ നിന്നും മർദ്ദനമേറ്റ സാഹചര്യത്തിൽ ബിന്ദു വീട്ടിലേക്ക് എത്തിയത് ശക്തമായ പോലീസ് കാവലിലായിരുന്നു. CPM പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. ജനുവരി 1 സർക്കാർ സംഘടിപ്പിച്ച വനിതാ മതിലിന്റെ പിറ്റേ ദിവസമായിരുന്നു ബിന്ദുവും മലപ്പുറം സ്വദേശി കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇവരുടെ വീടുകളിലേക്ക് ശബരിമല കർമ്മസമിതി പ്രതിഷേധ നാമജപം നടത്തിയിരുന്നു. കനകദുർഗ വീട്ടിലെത്തിയപ്പോൾ സംഘർഷവുമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. വിദേശ മാധ്യമ പ്രവർത്തകർക്കൊപ്പമാണ് ഇന്നലെ ബിന്ദു വീട്ടിലെത്തിയതെന്നും പോലീസ് പറയുന്നു. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇനി തങ്ങളുടെ ആവശ്യമെന്ന് ബിന്ദുവും പറഞ്ഞിരുന്നു. ഇതിനായാണ് പോലീസ് സുരക്ഷ തേടി സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് തങ്ങൾക്ക് സുരക്ഷ അനുവദിച്ചത്. തങ്ങൾ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തവരല്ല. എന്നിട്ടും സമൂഹത്തിൽ ഒരു പൗരന് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അവർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസം 22-നാണ് ശബരിമല ദർശനത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആവാത്ത സ്ഥിതിയായിരുന്നു. ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നിരന്തര ഭീഷണി ഉണ്ടായിരുന്നു. ഭർത്താവിനെ കഴിഞ്ഞ ദിവസം ചില സാധനങ്ങൾ കൈമാറാനായി താൻ ജോലി ചെയ്യുന്ന കണ്ണൂർ സർവകലാശാല പാലാട് ക്യാമ്പസിൽ എത്തിയപ്പോഴാണ് അരമണിക്കൂർ സമയം കാണാതായത്. ജോലി ചെയ്യുന്ന സമയത്തിനും ഇപ്പോൾ താമസിക്കുന്ന വീടിനുമപ്പുറം സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ശബരിമലയിൽ പ്രവേശിച്ചതിന്റെ പേരിൽ വീട്ടിലുണ്ടായ അക്രമങ്ങളുടെ പേരിൽ കനകദുർഗ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. അമ്മായിയമ്മ പട്ടികയ്ക്ക് തലക്കടിച്ചുവെന്നായിരുന്നു കനകദുർഗ ആരോപിച്ചിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കനകദുർഗയ്ക്ക് 61 പേരുടെ പോലീസ് കാവലാണുള്ളത്. നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ P. പൃഥ്വിരാജിന്റെ മേൽനോട്ടത്തിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സുകാർ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രി വാർഡിലും പരിസരങ്ങളിലും നിയോഗിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.